ചെന്നൈ വിമാനത്താവളത്തിൽ വൻ തീപിടുത്തം. ഇന്റർനാഷണൽ ടെർമിനലാണ് തീപിടുത്തം ഉണ്ടായത്. അഗ്നിരക്ഷാസേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. വിമാനങ്ങൾ വൈകുന്നുണ്ട്. മനേഷ് മൂർത്തി ചെന്നൈയിൽ ചെയ്യുന്നു. മനേഷ്, എപ്പോഴാണ് ഈ സംഭവം? എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം? ഈ വിമാന ഷെഡ്യൂളുകളൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ടോ? വിവരങ്ങൾ സുഹൈൽ, 11:45 കൂടിയാണ് ഒരു അപകടം ഉണ്ടാകുന്നത്. ഇന്റർനാഷണൽ ടെർമിനലിനോട് ചേർന്നിട്ടുള്ള ഒരു റൂം, അത് ഒരു ക്യാന്റീനോട് ചേർന്നിട്ടുള്ള റൂമാണെന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനകത്തൊരു സ്റ്റോർ റൂം ഉണ്ട്. സ്റ്റോർ റൂമിലാണ് തീപിടുത്തം ഉണ്ടായത്. അത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ കാരണം എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വ്യാപകമായ തോതിൽ പുക, വലിയ തോതിലുള്ള കറുത്ത പുകയായിരുന്നു ഈ ഇന്റർനാഷണൽ ടെർമിനലിന്റെ അകത്തേക്കൊക്കെ വന്നത്. അതാണ് ഒരു വലിയ തോതിലുള്ള ഭീതി ഉണ്ടാക്കിയത്. അഗ്നിരക്ഷാ സേനയുടെ 2 എഞ്ചിനുകൾ വന്ന് വളരെ വേഗത്തിൽ തന്നെ അവിടെ പ്രവർത്തനങ്ങൾ നടത്തുകയും വളരെ വേഗത്തിൽ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. ആർക്കും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും വിമാനങ്ങൾ വൈകി എന്നുള്ള തരത്തിൽ വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. 10ഓളം വിമാനങ്ങൾ വൈകി എന്നുള്ളതായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ. പക്ഷേ എയർപോർട്ട് അതോറിറ്റി തന്നെ ഇപ്പോൾ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. വിമാനങ്ങളൊന്നും തന്നെ വൈകിട്ടില്ല എന്നുള്ളത്. വളരെ വേഗത്തിൽ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കി അതിനുശേഷം ഈ ടെർമിനലിലേക്ക് യാത്രക്കാരെ പ്രവേശിപ്പിക്കുകയും മറ്റ് നടപടികൾ പൂർത്തിയാക്കി കൃത്യസമയത്ത് തന്നെ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എയർപോർട്ട് അതോറിറ്റിയും പറയുന്നത്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.